ദില്ലിയിൽ ഈ സമരം നടക്കുമ്പോൾ വയനാട്ടിലും അതിന്റെ അലയൊലികൾ മുഴുങ്ങുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദില്ലിയിൽ നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെയും ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. വയനാട്ടിൽ നിന്നും പി വി ജോഷില ചേരുകയാണ്. ജോഷില, ഈ ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ തുടരുന്ന അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ വയനാട് ജനത എത്തി, ദുരന്തബാധിതരായ വയനാട് ജനത എത്തിയപ്പോൾ രാപ്പകൽ സമരം ചെയ്യുകയാണ്. ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് എത്താൻ സാധിക്കാത്ത ആളുകൾ വയനാട്ടിലും കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സാധിക്കുന്നത് എന്താണ് ഇപ്പോൾ നിലവിലെ വയനാടിന്റെ അവസ്ഥ? തീർച്ചയായും സിന്ധൂരി, കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കാതെ തന്നെ തനത് രീതിയിൽ ഈ പ്രൊജക്റ്റുമായി ഇവിടെ ചൂരൽമലയിലുള്ളവരെ അതിജീവിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം കരട് രേഖയടക്കം തയ്യാറാക്കി കഴിഞ്ഞു. ആദ്യം വീടും ഭൂമിയും ഒന്നുമില്ലാത്തവരെ ഈ രേഖയിൽ പരിഗണിച്ചെങ്കിൽ രണ്ടാം തവണയായി വാസയോഗ്യമല്ലാത്ത വീടുകളുള്ളവരെ പരിഗണിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഘട്ടം ഘട്ടമായി ശാസ്ത്രീയ പഠനങ്ങൾ അടക്കം നടത്തിക്കൊണ്ട് ഓരോ ഘട്ടവുമായി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ പാടെ അവഗണിക്കുന്നു, വയനാടിനെ പാടെ അവഗണിക്കുന്നു, കേന്ദ്ര ബജറ്റിൽ പോലും വയനാടിനെ പാടെ അവഗണിക്കുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇവിടെ നടത്തിയ സമരങ്ങൾ ഒക്കെ ഒന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെടാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവഗണിക്കുന്ന സാഹചര്യത്തിൽ ആണ് ഇവിടെയുള്ള ജനങ്ങൾ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെത്തി ഇവർക്ക് വേണ്ടി 2000 കോടിയുടെ പ്രൊജക്റ്റാണ് കേരള സർക്കാർ കേന്ദ്രത്തിനോട് അപേക്ഷിച്ചിരിക്കുന്നത്. ആ പ്രൊജക്റ്റ് നടപ്പിലാക്കണം, അതുപോലെ തന്നെ വയനാടിനുള്ള അവഗണന മൊത്തമായും അവസാനിപ്പിക്കണം, വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം. ഇവരെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി ഒരു കൂട്ടം ആളുകൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തുമ്പോൾ ഇവിടെയുള്ളവരുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇവിടെയും പഞ്ചായത്ത് തലത്തിൽ കേന്ദ്രീകരിച്ച് 4 മണി മുതൽ സമരത്തിലേക്ക് തന്നെ പോവുകയാണ് സാധാരണ ജനങ്ങൾ, ചൂരൽമലയിലെ സാധാരണ ജനങ്ങൾ. അവരോട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ചൂരൽമലയിലാണല്ലേ താമസമൊക്കെ? ചൂരൽമലയിലെ ദുരന്ത ബാധിതരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. കേന്ദ്രത്തിന്റെ ഒരു ചൂരൽമലയോടുള്ള ഒരു അവഗണന, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേന്ദ്രത്തിന്റെ അവഗണന നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ദുരന്തം ഉണ്ടായ ആ സമയം മുതൽ കേരളത്തിലെ സർക്കാർ വേണ്ട രീതിയിൽ തന്നെ ഈ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ജനങ്ങൾക്കൊക്കെ സർക്കാരിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കഴിയുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ പുനരധിവാസം തന്നെ സാധ്യമായിരുന്നു അല്ലേ? നിങ്ങളെ പെട്ടെന്ന് തന്നെ മാറ്റി താമസം അന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടുന്ന് ആദ്യത്തെ ദൗത്യം തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമാക്കി നടക്കുകയും പിന്നെ എല്ലാം ക്യാമ്പിലേക്ക് മാറ്റി, ക്യാമ്പിൽ നിന്ന് അവരുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് വാടക വീടുകളിലേക്കും സർക്കാർ ക്വാർട്ടേഴ്സിലേക്കും മാറ്റി. അത്യാവശ്യം കൃത്യമായി വാടക സർക്കാർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, യാതൊരു വീഴ്ചയും വരുത്താതെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതല്ല പ്രശ്നം, നമുക്കിതിന് ഭീമമായ തുകയാണ് വേണ്ടത്. ആ സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് കേരള സർക്കാർ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി 2000 കോടി രൂപയുടെ പ്രോജക്റ്റ്, ഇവിടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്, അങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, അങ്ങനെ ജീവനോപാധികൾ മൊത്തം നഷ്ടപ്പെട്ട് ഒരു വഴിയില്ല, ആ തെരുവിലായ ജനങ്ങളെ ഈ പ്രദേശത്തുള്ള അവരെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ചെറിയ തുക പോരാ. പക്ഷേ കേന്ദ്ര സർക്കാർ അവഗണന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു, ഈ പാലത്ത് കൂടെ ആണ് സന്ദർശനം നടത്തിയത്. അതുപോലെ തന്നെ ഹൈസ്കൂൾ റോട്ടിൽ പോയി നമ്മളെ കുട്ടികളെ കണ്ട് സമാധാനിപ്പിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷ എല്ലാം തകർന്നുപോയി. ഇപ്പോൾ അവസാനം ബഡ്ജറ്റിൽ നമ്മൾ അവഗണിച്ചു. പിന്നീട് ഇപ്പോൾ തിരിച്ചടയ്ക്കുന്ന ഒരു തുകയാണ് നമ്മളെ സർക്കാരിലേക്ക് 500 കോടി രൂപ തന്നത്. അത് നമ്മുടെ ബാധ്യതയായി മാറും. അത് നമുക്കൊരു ബാധ്യതയാണ്. കാരണം അത് ഏത് സമയത്തും നമ്മൾ കേന്ദ്ര സർക്കാർ അത് തിരിച്ചു ചോദിക്കും. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹെലികോപ്റ്റർ പറഞ്ഞതിന് വരെ 173 കോടി രൂപ എഴുതി ചോദിച്ച സർക്കാരാണ്. അപ്പോൾ അത്തരം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് ഡൽഹിയിൽ 24-25 തീയതികളിൽ LDFന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം. എന്താ പറയാനുള്ളത്? അല്ല, ഇതന്നെ ഈ വിഷയം തന്നെ ഉള്ളൂ. അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്, വിഷമത്തിലാണ്. ഇപ്പോൾ ഗവൺമെൻറ് 6000 രൂപ തരുന്നുണ്ട്, അതുകൊണ്ടൊന്നും നിൽക്കണില്ല. 10,000 രൂപ നമുക്ക് നിലവിൽ വാടക കൊടുക്കണം, അതിന് 6 രൂപ ഗവൺമെൻറ് തരുന്നുണ്ട്. പിന്നെ എല്ലാം മുടങ്ങി കിടക്കുകയാണ്, ഒരു ജീവിതമാർഗം എല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഒരവസ്ഥയാണ് ഇപ്പോൾ. ഇതുവരെ കിട്ടിയിട്ടില്ല. കേന്ദ്രത്തിൻ്റെ എന്ത് സഹായം നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഒന്നും കിട്ടിയിട്ടില്ല. കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒന്നും നടപ്പിൽ വരുത്തിയിട്ടില്ല. അതെന്തെങ്കിലും കിട്ടിയെങ്കിലേ ജനങ്ങൾക്ക് ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുള്ളൂ. അത് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? പിന്നെ
തീർച്ചയായിട്ടും പങ്കെടുക്കും. സിന്ധൂരി, ഇതാണ് ജനങ്ങളുടെ ആകെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ചൂരൽമലയിലെ ആളുകളാണ്, ചൂരൽമലയിലെ ദുരന്ത ബാധിതരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കറിയാം എന്താണ് കേരള സർക്കാർ ചെയ്യുന്നതെന്നും കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായി ചൂരൽമലയിലുള്ളവർക്കറിയാം. അത് തന്നെയാണ് അവർ വിശദീകരിച്ചതും. എന്തായാലും ഇന്ന് വൈകുന്നേരം പഞ്ചായത്ത് തലത്തിൽ കേന്ദ്രീകരിച്ച് ഇവിടെയും സമരം നടക്കുന്നുണ്ട്. ആ സമരത്തിൽ ഇവരൊക്കെ തന്നെ പങ്കാളികളാകും എന്നുള്ള കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. സിന്ധൂരി, ഇതൊക്കെ തന്നെയാണ് ചൂരൽമലയിലെ വിശേഷങ്ങൾ. വ്യക്തമാണ് ജോഷില. കേന്ദ്രത്തിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് ദില്ലിയിലും വയനാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്ത് പിടിക്കേണ്ട കേന്ദ്രം കേരളത്തെ എത്രയും കണ്ട് അവഗണിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതിനുള്ള പ്രതിഷേധമാണ് ഇന്ന് നമുക്ക് ഇവിടങ്ങളിലെല്ലാം കാണുവാൻ സാധിക്കുന്നത്. PV ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.